ഒരു മയ്യത്തിനെ കബറടക്കുന്നതിന് വേണ്ടി അവര് കബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് കബറ് കുഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ധൃതിയിൽ നടക്കാൻ തുടങ്ങി. കബറ് കുഴിക്കുകയാണെന്ന് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വെപ്രാളത്തിൽ ധൃതിയിൽ അവിടുന്ന് നടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓടി വരുന്നത് കാണുമ്പോൾ കബറ് കുഴിച്ചുകൊണ്ടിരുന്ന സ്വഹാബികളാ കബറിന്റെ ചാരത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. നിവേദനം ചെയ്യുന്ന സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന കബറിന്റെ ചാരത്തേക്ക് ചെല്ലുകയാ. അതാ കബർ കുടിക്കുന്ന സ്വഹാബികൾ മുഴുവനും മാറി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിയതാ കൂരികിട്ടിരിക്കുന്ന പച്ചമണ്ണുണ്ടല്ലോ, ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പ്രവാചകൻ ആ കബറിന്റെ ചാരത്തങ്ങ് ഇരിക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂലും മിണ്ടാതെ കബറിന്റെ ചാരത്തിരിക്കുകയാണ്. പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുനീരിങ്ങനെ കോരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാ. സഹാബത്ത് മുഴുവനും കബറിന്റെ ചുറ്റുഭാഗത്തിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അള്ളാന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല. ഒരുപാട് സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, യാ ഇഖ്വാനീ. തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട് സഹാബാ. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബർ കാണിച്ചു കൊടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ അനുയായികളോട് തന്റെ സ്വഹാബത്തിനോട് അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ഖബർ കുടിക്കുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖബറിനെ കുറിച്ച് മരണത്തെ കുറിച്ച് അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഖബർ കുടിക്കുന്നവരാണ്, ഖബർ കാണുന്നവരാണ്, ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണ്. പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കുന്നവരാണ്, മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെക്കുന്നവരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പള്ളിയിൽ ഖബർ കുഴിക്കുന്നവനും ഒരു ബോധമില്ല. അവന് തമാശയാണ്, അവന് കളിയും തമാശകളും പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ ഖബർ കുഴിക്കുകയാണ്. ആ ഖബർ കുഴിക്കുന്നവനും ഖബർ വെട്ടുന്നവനും കടാ ഖബറിലേക്ക് മയ്യത്തിറക്കി വെക്കുന്നവരും ഖബർ സിയാറത്തിന് കടന്നു പോകുന്നവർ എല്ലാവരും പടച്ചവനെ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് കളിയും തമാശയുമാണ്. ആ ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആ ഖബറിന്റെ അവസ്ഥകളെ കുറിച്ച് ഓർക്കുന്നില്ല. അവിടെ നിന്ന് ചിരിയും കളിയുമായി കഴിയുന്നവരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഖബർ കുടിക്കുന്നവന്റെ കണ്ണ് നിറയാത്തത്? എന്തുകൊണ്ടാ? ആ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന തമാശ പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? നിനക്ക് ആ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ, ആ ഖബറിനെ കുറിച്ച് നിനക്ക് തിരിയാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയളിബു അലാ സ്വദിരീ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച്. ആ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാനും ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ അകില അകില വലാ ശരിബ ശുർബാ. നിനക്ക് നിലവിളിക്കാതെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നിന്റെ
നിന്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ അതാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നീ നിലവിളിക്കുകയാണ്, നെഞ്ചത്തടിച്ച് കരയുകയാണ്. അല്ലാതെ നിനക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കളിക്കേണ്ട സ്ഥലമല്ല, അത് നിസാരമായ തള്ളിക്കളയേണ്ട സ്ഥലമല്ല. അല്ലാഹുവേ, പടച്ചവനെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് നന്നാകണം നബിയേ, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം നബിയേ, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം. അതുകൊണ്ട് നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ. ഈ സദസ്സിലിരിക്കുന്നവരോട് കള്ളുകുടി മാറ്റണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ട, മോശമായ വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റണമെങ്കിൽ നീ എങ്ങും പോകണ്ട, പൈസ ചെലവില്ലാതെ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാ, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ. അബൂദർ കള്ളുകുടിയനും വ്യഭിചാരിയും നിസ്കരിക്കാത്തവനും അഹങ്കാരിയും മല്ല. ആരാണ് അബൂദർ എന്നറിയോ? സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ, സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ. അബൂദറിന്റെ മഹത്വം അറിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോവുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ അബൂദർ ഇങ്ങനെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. ആരാ ചോദിക്കുന്നത്? അതാ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ